വല്ലച്ചിറ ക്ഷീരോത്പാദക സഹകരണ സംഘം കെട്ടിടത്തിന്റെ സമർപ്പണം നടത്തി. പുതുക്കാട് MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 10 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിനായി ചിലവഴിച്ചത്. വല്ലച്ചിറ ആസ്ഥാനമായി വർഷങ്ങളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ക്ഷീരോത്പാദക സഹകരണ സംഘം, ആ സംഘത്തിന് സ്വന്തമായൊരു ആസ്ഥാനം വേണം എന്നുള്ള ക്ഷീര കർഷകരുടെയും അതിൻ്റെ ഭരണസമിതിയുടെയും ഒക്കെ ആഗ്രഹത്തിൻ്റെ ഭാഗമായി നിരവധി ഇടപെടലുകൾ നടത്തി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലാണ് MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ആലോചന വന്നത്. ഇവിടെ ഒരു നിവേദനമായി ആവശ്യമായി ഇവിടുത്തെ ഭരണസമിതിയും മുൻ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ N. മനോജ് ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരും MLA എന്ന നിലയിൽ എന്നെ വന്ന് സമീപിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകമായ അനുമതി ലഭ്യമാവേണ്ടതുണ്ട് ഈ പദ്ധതിക്ക് എന്നുള്ളതുകൊണ്ട് പ്രത്യേകമായ ധനകാര്യ വകുപ്പിൻ്റെ അനുമതി ലഭ്യമാകുകയാണെങ്കിൽ പണം അനുവദിക്കാം എന്ന് അറിയിക്കുകയും തുടർന്ന് അനുമതിക്ക് വേണ്ടി നമ്മൾ മുന്നോട്ട് പോയി അനുമതി ലഭ്യമായി 10 ലക്ഷം രൂപ അനുവദിക്കുകയും അതിനെ തുടർന്ന് അതിൻ്റെ ASഉം TSഉം കഴിഞ്ഞ് ടെൻഡർ ഇട്ട് നമ്മളത് കുറച്ച് നാൾ മുൻപ് ഇവിടെ അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. അപ്പോൾ ഏതൊരു ജനപ്രതിനിധിക്കും ഭരണസമിതിക്കും അവരവരുടെ കാലത്ത് ആ പദ്ധതി പൂർത്തീകരിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. അതിനടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്ന പദ്ധതികളാണെങ്കിൽ അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തും. സവിശേഷമായ കാര്യങ്ങൾ നമുക്ക് വെള്ളം, വെളിച്ചം, അതുപോലെ റോഡുകൾ, ഇത് തന്നെയാണ് ഒരു നാടിൻ്റെ സവിശേഷമായ ഒരു ഘടകം എന്ന് പറയുന്നത്. ആ ഘടകത്തിന് നമുക്ക് എപ്പോൾ ചെന്നാലും MLA നല്ല പുഞ്ചിരിച്ച മുഖത്തോടു കൂടി നമുക്ക് തരികയാണ്. ഇനിയും നമുക്ക് കിട്ടേണ്ടതുണ്ട്. പൂർത്തിയായി എന്ന് നമുക്ക് അവകാശപ്പെടില്ല, ഇനിയും കിട്ടണം. പുതുക്കാടിൻ്റെ വികസന നായകൻ എന്ന രീതിയിൽ നമുക്ക് എല്ലാ വികസന പ്രവർത്തനങ്ങളും, നമ്മുടെ സ്കൂളായാലും മിനി ഗ്രൗണ്ടായാലും ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് രൂപ നമുക്ക് MLA തന്നിട്ടുണ്ട്. ഇനിയും നമുക്കത് കിട്ടുമെന്നുള്ള പ്രതീക്ഷ. എനിക്ക് പറയാൻ ആഗ്രഹം, പുതുക്കാടിൻ്റെ വികസന നായകൻ എന്നല്ല, വല്ലച്ചിറയുടെ വികസന നായകനാണ് നമ്മുടെ MLA എന്നാണ് എനിക്ക് പറയാൻ ഏറെ ആഗ്രഹം. കാരണം അത്രയധികം ഫണ്ടാണ് നമ്മുടെ വല്ലച്ചിറയെ നല്ല രീതിയിൽ, വല്ലച്ചിറയിലത്തെ ജനങ്ങളെ നല്ല രീതിയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടുകൾ തന്നിട്ടുള്ളത്. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ചെർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ മുഖ്യാതിഥിയായി. ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പിളി വേണു, ചെർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ TN ജയശങ്കർ, VP രാജേഷ്, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിലകൻ മാലിപ്പറമ്പിൽ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജയ സുരേന്ദ്രൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത ശൈലേന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സൗമ്യ രജനീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ ബിന്ദു കൃഷ്ണൻകുട്ടി, സിജോ എടപ്പിള്ളി, ജ്യോതി പ്രവീൺ, ജില്ലാ ക്ഷീരവികസന വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ C. ശാലിനി, PM രാധിക, ചെർപ്പ് ബ്ലോക്ക് സീനിയർ ക്ഷീരവികസന ഓഫീസർ സെറിൻ P. ജോർജ്, വല്ലച്ചിറ വെറ്റിനറി സർജൻ ഡോക്ടർ KT ശിവദാസ്, ഡയറി മാനേജർ വിൻസി വർഗീസ്, CPIM വല്ലച്ചിറ ആറാട്ടുപുഴ ലോക്കൽ സെക്രട്ടറിമാരായ CP ദാസൻ, NT സജീവൻ, CPI ലോക്കൽ സെക്രട്ടറി VA വിജയൻ, കോൺഗ്രസ് വല്ലച്ചിറ മണ്ഡലം പ്രസിഡന്റ് സിജോ എടപ്പിള്ളി, വല്ലച്ചിറ ക്ഷീരസംഘം പ്രസിഡന്റ് TS ഗോപി, സെക്രട്ടറി MR രമ എന്നിവർ സംസാരിച്ചു.